ഉപരാഷ്ട്രപതി രാജിവെച്ചിരിക്കുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ മറ്റൊരു മലയാളിയാണ് ആ സ്ഥാനത്തേക്ക് വരുന്നതെന്നാണ് കേട്ടത്. ശശി തരൂരിന് ആ സ്ഥാനം ലഭിക്കില്ലെന്നും കേൾക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പിഞ്ചേട്ടൻ ഇന്നലെ ഘോരഘോരം വാദിക്കുന്നുണ്ടായിരുന്നല്ലോ, ശശി തരൂർ ആയിക്കോട്ടെ ഉപരാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞു. അതെ അതെ അതെ. നല്ല പ്രതീക്ഷയുണ്ടോ ശശി തരൂർ ശശി തരൂരിന് ഒരുപാട് കടമ്പകളുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഒന്നുകിൽ പുറത്താക്കണം, അല്ലെങ്കിൽ പോകണം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമൊക്കെ അതിൽ ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട്. പക്ഷെ അതിനു മുമ്പ് മറ്റൊരാൾ ഇവിടെ കുപ്പായം തുന്നി ഇരിപ്പുണ്ട്. അത് നമ്മൾ പറയാം, ആദ്യമേ പറഞ്ഞ് എല്ലാവരുടെയും ഒരു ആകാംക്ഷയെ കെടുത്തുന്നില്ല അല്ലേ? അതായത് ഈ കേന്ദ്ര BJP കൃത്യമായ അജണ്ടയുണ്ട്. ഇപ്പോൾ ശശി തരൂർ ആണെങ്കിൽ പോലും ശശി തരൂരിനെ BJPയിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോയിട്ട് ഉപരാഷ്ട്രപതിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വരുന്ന കുറേ നിയമപ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് ഒന്നുകിൽ ശശി തരൂരിനെ പുറത്താക്കണം, അല്ലെങ്കിൽ അത്രമാത്രം കാരണങ്ങൾ കൊണ്ട് BJPക്ക് ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സാഹചര്യം വരണം. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂർ BJPയുമായിട്ട് അടുക്കുന്നു എന്ന വാർത്തകളുണ്ട്. ശശി തരൂർ BJPയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയായിട്ടുള്ള, BJP നേതാവ് കൂടിയായിട്ടുള്ള നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേ സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ശരിയല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ശരിയല്ല എന്ന് പറഞ്ഞ് മുൻപ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ശശി തരൂർ. അപ്പോൾ അങ്ങനെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് BJP സർക്കാരിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുൻപ് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് തൻ്റെ നിലപാടുകളെല്ലാം മാറ്റി നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് നമുക്കെല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ അത് BJPയോട് അടുക്കാനുള്ള ഒരു മാറ്റമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിയാണ്, ശശി തരൂരിന് കാലിബറുണ്ട്. ശശി തരൂരിന് ഈ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതിയാകാനുള്ള എല്ലാ കഴിവുകളുമുണ്ട്. അദ്ദേഹം ഉപരാഷ്ട്രപതിയായ അടിപൊളിയായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ BJPക്കകത്ത് തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ നിരവധി പേര് ഈ ഗവർണർ സ്ഥാനത്തിനും ഉപരാഷ്ട്രപതി സ്ഥാനത്തിനും കേന്ദ്രമന്ത്രി സ്ഥാനത്തിനൊക്കെ ആയിട്ട് കുപ്പായം തുന്നി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ സാധാരണ കുപ്പായം തുന്നുക എന്നൊരു പദം പ്രയോഗിക്കുന്നത് നേരെ കോൺഗ്രസിനാണ്. അത് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കുപ്പായം തുന്നിയിരിക്കുന്ന 4-5 ആൾക്കാർ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഉപരാഷ്ട്രപതി പദത്തിനും അതോടൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന ഗവർണർ സ്ഥാനത്തേക്ക് വരെ കുപ്പായം തുന്നി നിൽക്കുന്ന കുറേ BJP നേതാക്കന്മാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് നികത്തേണ്ട ഒരു പോസ്റ്റ് അല്ലെങ്കിൽ നൽകേണ്ട ഒരു ചുമതല എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയുടെ പോസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മാധ്യമങ്ങളുടെയും കണ്ണ് ശശി തരൂരിലേക്കാണ്. കാരണം ഉപരാഷ്ട്രപതി രാജിവെക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും വാർത്ത കൊടുത്തതാണ് ശശി തരൂരിനെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപക്ഷെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചെയ്യാലോ, കോൺഗ്രസ് നിർത്തിക്കൊണ്ട് തന്നെ കേന്ദ്രം പറയുന്നു നിങ്ങളുടെ ഒരാളെ ഞങ്ങൾ ഉപരാഷ്ട്രപതിയാക്കാൻ താല്പര്യപ്പെടുന്നു, ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുന്നു. കോൺഗ്രസിന് എതിർപ്പുണ്ടോ എന്ന് ചോദിക്കും. കോൺഗ്രസ് പറ്റില്ലേ? കോൺഗ്രസ് എതിർപ്പുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അത്ര നിശ്ചിതമായിട്ട് ഇവർക്ക് പറയാൻ സാധിക്കണം ഞങ്ങൾക്ക് ഉപരാഷ്ട്രപതി സ്ഥാനം വേണ്ട എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂരിന് പണിയാം, ശശി തരൂർ കോൺഗ്രസിന് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഉപരാഷ്ട്രപതി രാജിവെച്ച് ഒരു ഒഴിവ് വരുന്നത്. ഈ ഒഴിവിലേക്ക് സ്വാഭാവികമായിട്ടും ആരായിരിക്കും ഇനി അടുത്തത്? നിർബന്ധ ബുദ്ധിയോടുകൂടെ പറയുകയാണെങ്കിൽ അത് BJPയുടെ ആൾ തന്നെയായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ആർക്ക് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഉത്തരം വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്. ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ ചില ആളുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ സ്വന്തം PS ശ്രീധരൻപിള്ള, മലയാളിയായിട്ടുള്ള. അദ്ദേഹം നേരത്തെ ഗോവ ഗവർണറായിരുന്നു. ഗോവ ഗവർണറുടെ കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം PS ശ്രീധരൻപിള്ളയ്ക്ക് പ്രത്യേകിച്ച് വേറെ പോസ്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല. ഒന്നുകിൽ PSനെ കേന്ദ്രമന്ത്രിയാക്കിയിട്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി കൊണ്ടുപോകണം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത് നടക്കില്ല. കാരണം സദാനന്ദന് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി അവർ പരിഗണിച്ചു, സീറ്റ് കൊടുത്തു. അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി എന്നുള്ള പദവിയാണ്. അദ്ദേഹം ഏകദേശം കുപ്പായൊക്കെ തുന്നി ഉപരാഷ്ട്രപതിയാവാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അതിനുള്ള ചരടുവലികളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഉപരാഷ്ട്രപതിയാകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മലയാളി PS ശ്രീധരൻപിള്ളൻ. ഇനി മറ്റൊരാൾ കൂടിയുണ്ട്. അതായത് ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് സംസ്ഥാന സർക്കാരുമായിട്ട് വളരെയധികം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ മുൻ കേരള ഗവർണർ, എന്താണ് ആളുടെ പേര്? ആരിഫ് മുഹമ്മദ് ഖാൻ. യെസ്, ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാനെ പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. എല്ലാ പാർട്ടികളിലും ഒക്കെ വന്ന് അവസാനം BJPയിൽ വന്ന് ഇവിടെ കേരളത്തിൽ വന്ന് പിണറായിയൊക്കെ അടിച്ച് തകർത്ത് പോയിരിക്കുകയാണല്ലോ.
അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക്. അതായത് ഒരുവിധം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ച ഒരു പരിചയമുള്ള ഒരാള്. അദ്ദേഹവും കേരളത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിന്റെയും BJP-യുടെ ഒക്കെ പ്രീതി പറ്റാൻ വേണ്ടിയുള്ള എല്ലാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബൈറ്റ് കൊടുത്തിട്ടുള്ള ഗവർണർ അല്ലേ? ഗവർണർക്ക് സാധാരണ പ്രോട്ടോകോളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് നമ്മൾ മാധ്യമപ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഈ ഗവർണർ എവിടെയെങ്കിലും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല, കാരണം ബൈറ്റ് കിട്ടില്ലല്ലോ. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ് ഈ ഗവർണർ ബൈറ്റ് കൊടുക്കുക, അതുപോലെ പരസ്യമായി തെറി പറയുമെന്നൊക്കെ മനസ്സിലായത് ഈ ഗവർണർ വന്നതിന് ശേഷം. റോഡ് സൈഡിൽ കുത്തിയിരിക്കുക, അതെ SFI-ക്കാരെ തെറി പറയുക, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ. പിള്ളേർ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോയിട്ട് റോഡ് സൈഡിൽ കുത്തിയിരിക്കുക, ഞാൻ പോവില്ല, തീരുമാനമാക്കണം, അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ പോവുള്ളൂ, ആ പിള്ളേരെ അങ്ങനെ ശരിയാവില്ല, ഇത് ശരിയാവുന്നുണ്ട്. ഒരു ഗവർണർ എന്ന് പറഞ്ഞിട്ട് ഒരു നിരന്തരം ഒരു പോരിനിറങ്ങിയ ഒരു വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരിഫ് മുഹമ്മദ് ഖാന്റെ ചില ചെയ്തികളെല്ലാം തന്നെ കേന്ദ്രത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അജണ്ടകൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തികളായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരിഫ് മുഹമ്മദ് ഖാനും ഒരു ചാൻസ്, ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഒരു ചാൻസ് അദ്ദേഹത്തിനുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം സംഘപരിവാറുമായിട്ട് അടുത്തത്. അതിനു മുന്നേ പല രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ പരിഗണന ഒരു പക്ഷേ PS ശ്രീധരൻപിള്ളയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. കാരണം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം മുഴുവൻ സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും സംഘപരിവാറിൻ്റെ ആശയങ്ങളെല്ലാം തൻ്റെ ജീവിത സപര്യയായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുള്ള നല്ലൊരു എഴുത്തുകാരൻ, പ്രഭാഷകൻ, അങ്ങനെ എല്ലാ മേഖലകളിലും പ്രശസ്തനായ ഒരു വ്യക്തി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗോവൻ ഗവർണറായിരുന്ന സമയത്ത് ഗോവയിൽ കൃത്യമായിട്ട് അവിടുത്തെ ഭരണസിരാകേന്ദ്രം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ഒരാൾ, ആ പ്രവൃത്തി പരിചയമുള്ള ഒരാൾ, അവിടുത്തെ സർക്കാരിനെയൊക്കെ കൃത്യമായിട്ട് അവരോടൊപ്പം ചേർന്ന് നിർത്തി അവിടെ യാതൊരു പരാതികളുമില്ലാതെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2014 ഈ കേന്ദ്ര സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ അധികാരമേറ്റ സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും എന്ന് കരുതിയ വ്യക്തിയാണ് PS ശ്രീധരൻപിള്ള. കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുപോയില്ല, പകരം പിന്നീട് ഒരു ഗവർണർ സ്ഥാനം കൊടുത്തു അദ്ദേഹത്തിന്. പക്ഷേ അപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനം കേന്ദ്രമന്ത്രി എന്നുള്ളൊരു പദവിയാണ്. ഒരുപക്ഷേ കേരളത്തിൽ നിന്നൊരാൾക്ക് ഒരു ഉന്നതമായൊരു പദവി അല്ലെങ്കിൽ അർഹമായ ഒരു അംഗീകാരം കൊടുക്കാൻ കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞാൽ PS ശ്രീധരൻപിള്ളയായിരിക്കും അടുത്ത രാജ്യസഭാ അധ്യക്ഷൻ അഥവാ നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. PS ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംഘപരിവാറിൻ്റെ അജണ്ടകൾ കൃത്യമായിട്ട് അറിയാം, സംഘപരിവാർ രാഷ്ട്രീയം അറിയാം. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗവർണറായിരുന്നതിന്റെ മുൻപരിചയമുണ്ട്, BJP അധ്യക്ഷനായിരുന്നു, ദേശീയ നേതാവായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതന്നെ, എഴുത്തുകാരനാണ്, അഭിഭാഷകനാണ്, അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സഭയെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും PS ശ്രീധരൻപിള്ള എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അപ്പോൾ PS ശ്രീധരൻപിള്ളയ്ക്കായിരിക്കും ഒരു പക്ഷേ അടുത്ത രാജ്യസഭ അധ്യക്ഷൻ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയായിട്ട് ഇരിക്കാനുള്ള അവസരം ലഭിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിൻചേട്ടൻ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം വളരെ യോഗ്യനാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രത്യേക BJP-യുടെ സാധാരണ നേതാക്കളുടെ കണക്കുള്ള ഒരു അഹങ്കാരമോ ധാർഷ്ട്യമോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് വളരെ മിതത്വം പാലിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം അധ്യക്ഷനായിരുന്ന സമയത്ത് കോട്ടയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയമാണ്, ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ ഈ സഭാ ആസ്ഥാനത്തേക്കൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഈ അച്ഛന്മാരൊക്കെ കൊടുക്കുന്ന ആ ഒരു സ്വീകരണവും അദ്ദേഹത്തെ ഒരു BJP അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഒരു ക്രിസംഗി ഉള്ള സമയമല്ല. പക്ഷേ അന്ന് ഇത്തരത്തിൽ സഭകളിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആദരവും അംഗീകാരവും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതൊക്കെ വളരെ, അതോടൊപ്പം പാണക്കാട് കുടുംബത്തിലും അദ്ദേഹത്തിന് എപ്പോഴും വളരെ സ്വീകാര്യനാണ്. BJP നേതാക്കൾക്കൊന്നുമില്ലാത്തൊരു സവിശേഷതയാണ് അതൊക്കെ. എല്ലാവരെയും തുല്യരായി കാണാൻ കഴിയുന്നൊരു വ്യക്തിത്വം. പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയ അവകാശവാദങ്ങളില്ല, പിന്നെ ഒരു ക്രൗഡ് പുള്ളറോ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, നല്ല അഭിഭാഷകനാണ്, നല്ല വാഗ്മിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പദവി ഏറ്റവും യോഗ്യത ഉള്ളത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.